ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് അത്യാവശ്യം ഡിഫിക്കൾട്ടായിട്ടുള്ള എന്നാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതാണ് ദിസ് ബേസ് ഫയൽ ഗാർഡ്സ് അല്ലെങ്കിൽ ദിസ് ബേ ടൈപ്പ് ഗാർഡ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ദിസ് ബേസ്ഡ് ടൈപ്പ് ഗാർഡ്സ്. നിങ്ങൾ വിചാരിക്കുക എന്താണ് സംഭവം എന്നുള്ളത്. അതായത് ഈ ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് മെത്തേഡ്സിൻ്റെ റിട്ടേൺ ക്ലാസ്സസിനെയും റിട്ടേൺ പൊസിഷനിൽ ഉപയോഗിക്കാം. നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടു, നമ്മൾ റിട്ടേൺ ഡോട്ട് ദിസ് എന്നൊക്കെ ഉപയോഗിക്കുന്ന പോലെ. ഈ സെയിം സാധനം ഈ സ്റ്റേറ്റ്മെൻറ്റായിട്ട് നാരോ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പെസിഫിക് ടൈപ്പ് ആണോ റിട്ടേൺ ചെയ്യുന്നത് ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. നമ്മൾ ഈസ് ഫയൽ, ദിസ് ഈസ് ഫയൽ റെപ്പ്, ദിസ് എന്ന് പറയുന്ന അവിടെ ദിസ് ഈസ് ഫയൽ, ദിസ് ഈസ് ഫയൽ റെപ്പ്. ഞാൻ ഈ ദിസ് ഈസ് ഫയൽ റെപ്പ് എന്നുള്ളത് റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? പ്രോപ്പർട്ടി ഓഫ് സിഗ്നേച്ചർ എക്സ്പെക്റ്റഡ് ഇത് ഞാൻ മാറ്റി. അവിടെ നമ്മൾ പ്രത്യേകിച്ചൊന്നും സംഭവിക്കത്തില്ല, പക്ഷേ ഒരു എറർ വരുന്നുണ്ട്. കനോട്ട് ഫൈൻഡ് കണ്ടന്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഓൺ ഫയൽ ഒബ്ജക്റ്റ്. ദിസ് ഡോട്ട് കണ്ടന്റിനകത്ത് സിസ്റ്റം ഫയൽ ഒബ്ജക്റ്റ് the system file object is equal to new file object എന്ന് പറഞ്ഞ് കൊടുത്തതിനകത്ത് ഇവിടെ എറർ അടിച്ചു. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ ഈ പറയുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന്. അതല്ല നമ്മൾ വീഡിയോയിലോട്ട് കടക്കുന്നതേ ഉള്ളൂ. നമ്മളിവിടെ ദിസ്നകത്ത് നമ്മൾ പറഞ്ഞു കൊടുത്തു, ഇവിടെ ദിസ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. റിട്ടേൺ ദിസ് ഈസ് ഫയൽ റെപ്പ്. ദിസ് എന്ന് പറയുന്നത് ഫയൽ റെപ്പ് ആണോ ഇല്ലയോ എന്നുള്ളതാണ്, ഇൻസ്റ്റൻസ് ആണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. ഇവിടുത്തെ ദിസ് എന്ന് പറയുന്നത് ഫയൽ റെപ്പിൻ്റെ ഇൻസ്റ്റൻസ് ആയിരിക്കും. ദിസ് ഈസ് ഫയൽ റെപ്പ്. രണ്ടാമത്തെ കേസിൽ ദിസ് ഇൻസ്റ്റൻസ് ഓഫ് ഡയറക്ടറി ആണോ എന്ന് റിട്ടേൺ ചെയ്യുന്നത്. ദിസ് എന്ന് പറയുന്നത് ഡയറക്ടറി ആണോ ഇല്ലയോ എന്നുള്ള റിട്ടേൺ ചെയ്യും. ദിസ് ഈസ് നെറ്റ്വർക്ക്ഡ് ആൻഡ് ദിസ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക്ഡ് ആണ്, അതുപോലെ തന്നെ ഫയൽ സിസ്റ്റം ഒബ്ജക്റ്റും ആണ്. അതിനകത്തൊരു കൺസ്ട്രക്ടർ ഉണ്ട്. ഫയൽ സിസ്റ്റം ഒബ്ജക്റ്റിനകത്തൊരു കൺസ്ട്രക്ടർ ഉണ്ട്. അതിനകത്ത് പാത്തും പ്രൈവറ്റ് ആയിട്ട് നെറ്റ്വർക്ക്ഡ് എന്നുള്ള വാല്യൂ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ഫയൽ റെപ്പ് എന്ന് പറയുന്നിട്ട് ഒരു റൈഡ് ക്ലാസ് ജനറേറ്റ് ചെയ്തു. അത് ഫയൽ സിസ്റ്റം ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ബേസ് ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തു. അതിനകത്തും നമ്മൾ പാത്തും കണ്ടന്റും കൊടുത്തു. പക്ഷെ കണ്ടന്റ് ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് എന്താണ്? പബ്ലിക്കായി, പ്രൈവറ്റ് പബ്ലിക്കായി. സൂപ്പർ പാത്ത് ആൻഡ് ഫോൾസ്, സൂപ്പറിലോട്ട് പാത്തും ഫോൾസും നമ്മൾ പാസ് ചെയ്ത് കൊടുത്തു. ഡയറക്ടറി എക്സ്റ്റെൻസ് ഫയൽ സിസ്റ്റം ഒബ്ജക്റ്റ്. അവിടെ ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്. ഫയൽ സിസ്റ്റം ഒബ്ജക്റ്റിന്റെ ഒരു അറേ ആണ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. ഇന്റർഫേസ് നെറ്റ്വർക്കിനകത്ത് ഹോസ്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്തു? സ്ട്രിംഗ് ആയിട്ട് കൊടുത്തു. അത് ഇന്റർഫേസ് ആണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ കോഡ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുന്നത്. ഫയൽ സിസ്റ്റം ഒബ്ജക്റ്റിന്റെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യാണ് ഈസ് ഫയൽ. അവിടെ FSO ഡോട്ട് കണ്ടന്റ് നമ്മൾ വിളിച്ചു. എന്നിട്ട് ഈ ഫയൽ ആണെങ്കിൽ FSO ഡോട്ട് കണ്ടന്റ്. അപ്പം ഞാൻ കൺസോൾ ലോഗ് ചെയ്യാണ്. ദിസ് ഈസ് ഫയൽ. അതല്ലാതെ ഈ സെയിം സാധനം ഇതിൻ്റെ പുറത്തെടുത്തിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ കൺസോൾ ലോഗ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എറർ അടിക്കും. കണ്ടന്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഓൺ ദ ടൈം ഫയൽ സിസ്റ്റം ഒബ്ജക്റ്റ് എന്ന് പറയും. ഫയൽ സിസ്റ്റം ഒബ്ജക്റ്റിന്റെ ഡെഫിനിഷൻ എവിടെയായിരുന്നു? ഫയൽ സിസ്റ്റം ഒബ്ജക്റ്റിനകത്ത് നമുക്ക് എന്തില്ല? കണ്ടന്റ് ഇല്ല. നമുക്ക് നെറ്റ്വർക്ക്ഡ് മാത്രമാണ് ഉള്ളത്. ഫയൽ റെപ്പിനകത്താണ് കണ്ടന്റ് ഉള്ളത്. അപ്പോൾ ഫയൽ റെപ്പിൻ അപ്പോൾ നമ്മൾ ആദ്യം ഫയൽ സിസ്റ്റം ശരിക്കും ഫാക്ടറി മെത്തേഡ് ഒക്കെ യൂസ് ചെയ്യുന്നിടത്ത് പോലെ ഫയൽ സിസ്റ്റം ഒബ്ജക്റ്റിനകത്ത് ഫയൽ ആണോ എന്ന് നമ്മൾ നോക്കണം. ദിസ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് ഫയൽ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ദിസ് എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റ് നമ്മൾ ഫയലായിട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ FSO ഡോട്ട് കണ്ടന്റ് കൊടുത്തു. ദിസ് FSO ഡോട്ട് ഡയറക്ടറി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ആദ്യം കണ്ടന്റ് വന്നു. ഇനി ഡയറക്ടറി ആണെങ്കിൽ എന്ത് ചെയ്യണം? കുറേ ഫയൽ റെപ്പ് നമ്മൾ പാസ് ചെയ്ത് കൊടുത്താൽ FSO ഡോട്ട് ചിൽഡ്രൻ പ്രിന്റ് ചെയ്യും. ഇനി ഇവിടെ ഫയൽ റെപ്പിന് വരെ നമ്മൾ നെറ്റ്വർക്ക്ഡ് ആണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ FSO ഡോട്ട് ഹോസ്റ്റ് പ്രിന്റ് ചെയ്യും. ഇത് ശരിക്കും പറഞ്ഞാൽ ഫാക്ടറി ഡിസൈൻ പാറ്റേണിന്റെ ഒരു വധഭേദം പോലത്തെ ഒരു എക്സാമ്പിൾ. ശരിക്കും അതല്ല, എങ്കിലും നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ വെച്ചിട്ട് പല ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാണ് ഇവിടെ. ഈ ഫയൽ സിസ്റ്റം ഒബ്ജക്റ്റിലോട്ട് ഫയൽ സിസ്റ്റം ഒബ്ജക്റ്റിനെ ഒരു അഞ്ചാറ് സബ്
ക്ലാസ്സസ് ഉണ്ട്. ആ ഓരോ സബ് ക്ലാസ്സസിനും ഓരോ ഡെഫിനിഷൻ ആണ്. അപ്പോൾ ഏത് സബ് ക്ലാസ് ആണെന്ന് നോക്കിയിട്ട് ഈസ് ഫയൽ ആദ്യം നമ്മൾ FSO ഡോട്ട് ഈസ് ഫയൽ ആണോ നോക്കും. അത് ഫയൽ ആണെങ്കിൽ FSO ഡോട്ട് കോണ്ടന്റ് കൊടുക്കും. അത് ഡയറക്റ്റ്. അപ്പോൾ ഇതിനകത്ത് ദിസ് ഈസ് എന്ന് പറയുന്നതാണ് നമ്മുടെ എന്താണ്, ദിസ് ഈസ് ഫയൽ റെപ്പ്, ദിസ് ഇൻസ്റ്റൻസ് ഓഫ് ഫയൽ റെപ്പ്, ദിസ് ഈസ് ഡയറക്ടറി, ദിസ് ഇൻസ്റ്റൻസ് ഓഫ് ഡയറക്ടറി. ഇനി വേണമെങ്കിൽ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കാം, ദിസ് ഈസ് ഇൻ ടൈപ്പ് സ്ക്രിപ്റ്റ്, എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും വരുമോ എന്ന് നോക്കാം. കാര്യമായിട്ടൊന്നുമില്ല. അപ്പം നിങ്ങൾക്കിത് ഏകദേശമൊക്കെ മനസ്സിലായെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായത് ഇവിടെ നമ്മൾ ദിസ് ഈസ് ഫയൽ റെപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദിസ് എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും പോവുക, ക്ലാസ്സിലോട്ടായിരിക്കും പോവുക. നമുക്കൊരു കാര്യം ചെയ്യാം, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കൺസോൾ ലോഗ് കൊടുക്കാം. ഇവിടെ ഓൾറെഡി നമ്മൾ ദിസ് ഇൻസ്റ്റൻസ് ഓഫ് ഫയൽ റെപ്പ് കൊടുത്തിട്ടുണ്ട്. കൺസോൾ ലോഗ് ഓഫ് ദിസ് തന്നെ കൊടുക്കാം, എന്താണ് ആൻസർ വരുന്നത് നോക്കാമല്ലോ. റൺ ചെയ്യുമ്പം ആദ്യം വരുന്നത് ഫയൽ റെപ്പാണ്. ഇനി ഞാൻ ഈ ഫയൽ റെപ്പ് എടുത്ത് കളഞ്ഞിട്ട് റൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എറർ അടിച്ചു തുടങ്ങി. കണ്ടന്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഓൺ ദിസ് ടൈപ്പ് ഫയൽ സിസ്റ്റം ഒബ്ജക്റ്റ്. ഫയൽ സിസ്റ്റം ഒബ്ജക്റ്റ് ഇത് ഇവിടെ രണ്ടാമത് നമ്മൾ റൺ ചെയ്യുമ്പോഴും ഫയൽ റെപ്പ് എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവുന്നത്. പക്ഷേ അവിടെ ഇൻസ്റ്റൻസിൻ്റെ അവിടെ എന്ത് വരുന്നില്ല, ആ കണ്ടന്റ് വരുന്നില്ല. അപ്പോൾ ഈ ദിസുമായിട്ട് റിലേറ്റ് ദിസ് ഇസ് ഫയൽ റെപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പം എനിക്ക് മനസ്സിലായതാണ്, അതായത് നമ്മൾ ഈ കോണ്ടെക്സ്റ്റിൽ ദിസ് എന്ന് പറയുന്നത് ഫയൽ റെപ്പാണ്, ദിസ് ഇസ് ഫയൽ റെപ്പ് എന്നത് നമ്മളൊരു ഇൻസ്റ്റൻസ് കൂടെ കൊടുക്കുന്നുണ്ട് അവിടെ. അല്ലെങ്കിൽ നമ്മൾ ആ ദിസിന് അവിടെ ഒരു കോണ്ടെക്സ്റ്റ് കൊടുക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് റിട്ടേൺ ചെയ്യുന്നതാണ്. ദിസ് ഇസ് ഫയൽ റെപ്പ് എന്നുള്ള വാല്യൂ ആണ് അവിടെ. ദിസ് ഇസ് ഫയൽ റെപ്പ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ റിട്ടേൺ ടൈപ്പിൻ്റെ എവിടെയാണ് കൊടുക്കുന്നത്. ദിസ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബൂളിയൻ കൊടുത്താൽ മതി. അല്ലെങ്കിൽ ദിസ് ഈസ് ഫയൽ റെപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. റിട്ടേൺ ദിസ് ഡോട്ട് ഇൻസ്റ്റൻസ് ഓഫ് ഫയൽ റെപ്പ്. അപ്പോൾ ദിസ് ഈസ് ഫയൽ റെപ്പ് എന്ന് പറയുന്ന വാല്യൂ അതെന്താണോ അത് തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്. നമുക്കിവിടെ ദിസ് ഈസ് ഫയൽ റെപ്പ് എന്നുള്ളത് കൺസോൾ ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്നറിയാലോ, കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും. പക്ഷെ നമുക്ക് അവിടെ അങ്ങനെ കൊടുക്കാം, കൺസോൾ ലോഗ് ചെയ്യാൻ പറ്റില്ല. അത് ദിസ് ഈസ് ഫയൽ റെപ്പ് എന്ന് ഇവിടെ കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലാക്കി വെച്ചിരുന്നെങ്കിൽ ഒരു സാധനമാണ്. ഒരു ബേസ് ക്ലാസ് ഉണ്ട്. ആ ബേസ് ക്ലാസ് എന്ന് പറയുന്നത് ABC എന്ന് പറഞ്ഞ 3 ഡിറൈവ്ഡ് ക്ലാസ് ഡിറൈവ് ചെയ്തു. നമുക്ക് എയുടെ ഇൻസ്റ്റൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു പർട്ടിക്കുലർ വാല്യൂ റിട്ടേൺ ചെയ്യണം. ബിയുടെ ഇൻസ്റ്റൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ വേറൊരു വാല്യൂ റിട്ടേൺ ചെയ്യണം. സിയുടെ ഇൻസ്റ്റൻസ് ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ സിയുടെ വാല്യൂ റിട്ടേൺ ചെയ്യണം. അപ്പോൾ നമുക്കിതിന് എല്ലാത്തിനും വേണ്ടി ഫയൽ സിസ്റ്റം ഒബ്ജക്റ്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇതിനകത്തുള്ള ബേസ് ക്ലാസിൻ്റെ ടൈപ്പ് ഏതാണെന്ന് ക്രിയേറ്റ് ചെയ്യണം. അത് ബേസ് ക്ലാസ് ഇസ് ഈക്വൽ ടു ന്യൂ ഓഫ് ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പം ഏത് ഡിറൈവ്ഡ് ക്ലാസ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്തത് നമുക്കറിയണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നൊരു ഫോമാറ്റാണ് ഇത്. ദിസ് ഈസ് ഫയൽ റെപ്പ് എന്ന് പറയുന്ന റിട്ടേൺ ടൈപ്പിലാണ് ഈസ് ഫയൽ വരിക. റിട്ടേൺ ദിസ് ഡോട്ട് ഇൻസ്റ്റൻസ് ഓഫ് ഫയൽ റെപ്പ് റിട്ടേൺ ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. മൾട്ടിപ്പിൾ ടൈംസ് വീഡിയോ കാണുകയും നിങ്ങൾക്ക് വായിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേ ഇതിനെ കുറച്ചുകൂടെ മനസ്സിലാവുള്ളൂ. പക്ഷെ ഇത് മനസ്സിലാക്കി വെക്കേണ്ട ഒരു ടോപ്പിക് കൂടിയാണ്. ഇതിൻ്റെ ഒരു കോമൺ യൂസ് എന്ന് പറയുന്നത് ലേസി വാലിഡേഷൻ. ഒരു പർട്ടിക്കുലർ ഫീൽഡിന് ലേസി വാലിഡേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള യൂസ് എന്ന് പറയുന്നത്.
അതിനൊരു സിമ്പിൾ എക്സാമ്പിളൂടെ കവർ ചെയ്തിട്ട് നമ്മൾ ഈ ടോപ്പിക്ക് കവർ ചെയ്യാം. ഞാനൊരു ക്ലാസ് ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് എഴുതുകയാണ്. ആ ബോക്സ് എന്ന് പറയുന്നത് ടി ടൈപ്പിലെയാണ്, അതായത് ഇവിടെ ജനറിക്സ് അപ്ലൈ ചെയ്യുന്നു. ആ ബോക്സിനകത്ത് വാല്യൂ ഉണ്ട്. വാല്യൂ എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണ്, അതിനതും ടി ടൈപ്പാണ്. ഹാസ് വാല്യൂ റിട്ടേൺ ചെയ്യുന്നതിനകത്ത് this is value colon t എന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ എന്താ എറർ അടിക്കുന്നത് നമുക്ക് നോക്കാം. A function whose declared type is neither undefined, void or any must return a value. Whose declared type is neither undefined, void or any must return a value. ഇവിടെ പ്രോപ്പർട്ടി ടി ആണ്, അപ്പോൾ വ്യൂ പ്രോബ്ലം ആണ്. അത് നമുക്ക് പ്രോബ്ലത്തിന്റെ ഡെഫിനിഷൻ അറിയാം. ഇത് നമുക്ക് എന്ത് മനസ്സിലായി, ഇതിന്റെ റിട്ടേൺ ടൈപ്പ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ദിസ് ഈസ് വാല്യൂ കോളൻ ടി, ദിസ് ഈസ് വാല്യൂ കോളൻ ടി. അതിനുശേഷം റിട്ടേൺ ദിസ് ഡോട്ട് വാല്യൂ not equal to undefined. This is value colon t. Value എന്ന് പറയുന്നത് എന്താണ്, ടിയുടെ ടൈപ്പ് ആണ്. ബോക്സിന്റെ ശരിയായില്ല. ബോക്സ് എന്ന് പറയുന്നത് എന്തായി ഉണ്ട്. ഇനി നമ്മൾ താഴെ വന്നിട്ട് constant box is equal to new box of string എന്ന് പറഞ്ഞു കൊടുത്തു. ബോക്സ് കോളൻ വാല്യൂ എന്ന് പറയുന്നത് ബോക്സ് ഡോട്ട് വാല്യൂ ഈക്വൽ ടു ഗെയിം എന്ന് ഞാൻ കൊടുത്തു. അതിനുശേഷം താഴെ വന്നിട്ട് ബോക്സ് ഡോട്ട് ഇഫ് ബോക്സ് ഡോട്ട് ഹാസ് വാല്യൂ console dot log of box dot value എന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ മെയിനിൽ ബോക്സ് ഡോട്ട് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എറർ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കട്ടെ ഞാനൊന്ന്. നമുക്ക് ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. അതായത് ബോക്സ് ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം കൊടുത്തു. ബോക്സ് ഡോട്ട് ഇപ്പം ഇത് നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ആലോചിക്കും നമ്മളിവിടെ ബോക്സ് ഇനിഷ്യലൈസ് ചെയ്യുന്നുണ്ടല്ലോ എന്ന്. പക്ഷെ ചില സിനാരിയോയിൽ നമുക്ക് ബോക്സ് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. ഈ ഹാസ് വാല്യൂ ദിസ് ഈസ് റിട്ടേൺ ഓഫ് വാല്യൂ ഓഫ് ടി, ദിസ് ഈസ് വാല്യൂ കോളൻ ടി. ദിസ് എന്ന് പറയുന്നത് വാല്യൂ കോളൻ ടി ആണോ നമ്മളിവിടെ ചെക്ക് ചെയ്യണം. അപ്പോൾ ദിസ് ഡോട്ട് വാല്യൂ നോട്ട് ഈക്വൽ ടു അൺഡിഫൈൻഡ് എന്നാണ് പറയുന്നത്. ബേസിക്കലി അവിടെ ബൂളിയൻ വരും എന്നതേ ഉള്ളൂ. ദിസ് ഈസ് വാല്യൂ കോളൻ ടി. ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് നമ്മൾ എഴുതുമ്പോൾ. ബേസിക്കലി ദിസ് ഈസ് വാല്യൂ ഡോട്ട് ടി, ദിസും ഇതും തമ്മിലുള്ള ദിസ് ഡോട്ട് വാല്യൂ നോട്ട് ഈക്വൽ ടു അൺഡിഫൈൻഡ്. ഇനി അടുത്തെന്ന് പറയുന്നത് ഇതിപ്പം തൽക്കാലം ഇത്രയും നമുക്ക് ഇതിനകത്ത് കവർ ചെയ്തിട്ടുള്ളൂ. ദിസിനെ കുറിച്ച് കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇടുക, ഞാൻ കുറച്ചുകൂടെ പഠിച്ചിട്ട് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓക്കെ.